എന്ന് ഏ അത് വായിടേ. ഹലോ. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി കാണുന്നതാണോ റിയൽ ലൈഫ്? അല്ലല്ലോ. നമ്മളിപ്പോ ഒരു റീല് കാണുമ്പം അല്ലെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോസ് കാണുമ്പം നമ്മൾ അവരെ നോക്ക്, എന്ത് നീറ്റാണ് അവരുടെ ലൈഫ്, അല്ലെങ്കിൽ എന്തൊരു ഹാപ്പിയാണ് അവര്, ഒട്ടും ടെൻഷൻ ഇല്ല, അങ്ങനെയൊക്കെ പറയുമല്ലോ. പക്ഷേ റിയൽ ലൈഫിൽ അതായിരിക്കും അവസ്ഥ. അല്ലല്ലോ. നമ്മള് ഡെയിലി ക്യാമറക്കുള്ളിലൂടെ കാണുന്നതല്ല റിയൽ ലൈഫ്. നമ്മൾ കാണാത്ത ഒരു വശമുണ്ട് ഇതിന്. അപ്പം തിരക്കേറിയ ലൈഫ്, പിന്നെ ഫാമിലി, കുറേ ടാസ്കുകൾ ഉണ്ടാവണം. ഈ പലർക്കും ഈ ചിരിച്ച മുഖത്തിന് മുന്നിൽ പല കഥകളും ഉണ്ടാവും. ഒരുപാട് സങ്കടങ്ങൾ, പരാതികൾ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവും അല്ലെ. നമ്മള് പിന്നെ അതൊന്നും അറിയാതെ അവരെ കണ്ടുപഠിക്കുക, ഇവരെ കണ്ടുപഠിക്കുക, ലാസ്റ്റ് കമ്പയർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയൊക്കെയാ. പൊതുവെ ഞാനൊക്കെ ഒരു റീല് കാണുമ്പോൾ നമ്മളും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്ന് സങ്കടപ്പെടാറുണ്ട്. അത് നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും അല്ലെ. പക്ഷേ ട്രൂ അതല്ലെന്ന് എല്ലാരും വിശ്വസിക്കുക. ഞാനും. പെർഫെക്റ്റ് ആയ ലൈഫ് അത് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ്. അപ്പോ റിയൽ ലൈഫ് കുറച്ചുകൂടി ടഫാണ്, ഭയങ്കര കുഴപ്പം പിടിച്ചാണ്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് മനോഹരവുമാണ് അല്ലെ. അച്ചടി ഭാഷ പറയുന്നുണ്ടോ എന്ന് ഡൗട്ട്. അപ്പൊ ഗായ്സ്, സോഷ്യൽ മീഡിയ കണ്ട് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തരുത്. ഒരിക്കലും നമ്മളെ ജീവിതത്തെ എഫക്ട് ചെയ്യാൻ പാടില്ല. ശരിക്കും ഈ റീൽസിലെ തിളക്കത്തെക്കാൾ മനോഹരം നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞ ഈ കുണ്ടും കുഴിയെല്ലാം ചവിട്ടിയിട്ട് പോകുന്ന ആ ഒരു ലൈഫല്ലേ നല്ലത് അല്ലേ. അപ്പോ പെർഫെക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ലൈഫ് അത് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, ശരിയാക്കാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ എന്തെങ്കിലും പറയാം. അതുവരേക്കും ബൈ ബൈ ബൈ. നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം. എല്ലാവരും നിന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. കുറച്ച് ഓവർ ആവുന്നുണ്ടോ ഡൗട്ട് ഉണ്ടെന്നല്ലോ. നോക്കാം, തുടക്കല്ലേ സർല. ഓക്കെ, ബൈ.